ആര്യനെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് രണ്ട് മഹാന്മാരും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്യാണ്. ഇവിടെ മൊത്തത്തിൽ അങ്ങ് ഗ്രൂപ്പാണ് നോക്കി. ഇപ്പോൾ ഒരു ടീമായടാ അവരെല്ലാവരും. ഷാനവാസ്ക, ആദില നൂറ, അനിമോള്, അനീഷേട്ടൻ, സാബുമാന്, ഇവരിത്രയും കൂടെ ഒരു ഗ്രൂപ്പായി. അതേന്ന് നമ്മുടെ നിവിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ് സാബുമാനൊരു കാര്യമുണ്ട്, പിന്നെ അനീഷേട്ടനോട് ചേർത്തില്ല. ചിരിച്ചുകൊണ്ട് പറയാണ്. എന്നിട്ട് പറയാണ് പിന്നെ അനീഷേട്ടൻ ഇപ്പം അണ്ണൻ തമ്പി കളി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്രിഞ്ചൊക്കെ അടിച്ചിരിക്കുകയാണ് പുള്ളി, ഒരു ലവ് ട്രാക്ക് പിടിയൊക്കെ ഉണ്ടെന്നൊക്കെ എന്നോട് ഒന്ന് പറഞ്ഞു. അപ്പാനി പോയപ്പോൾ 2 ദിവസം പട്ടിണി കിടന്ന് കരഞ്ഞെന്ന് പറഞ്ഞ അക്ബറാണ് ഇവിടെ ഇരുന്ന് പരദൂഷണം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും ദിവസം ആ ചെറുക്കൻ നല്ല വൃത്തിയായിട്ട് ടാസ്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനെ വീട്ടിൽ പറഞ്ഞയച്ചേച്ച് ഇത് രണ്ടെണ്ണം കൂടെ ഇരുന്ന് ബാക്കിയുള്ളവരുടെ പരദൂഷണം പറച്ചിൽ തുടങ്ങി. ഷാനവാസ് ആണെന്ന് തോന്നുന്നു ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അക്ബറിൻ്റെ കൂടെ ആരിരുന്നാലും അവർ വീട്ടിൽ പോകുന്നത്. എത്ര കറക്റ്റായിട്ടാണ് ആ പറയുന്നതൊക്കെ. ഇപ്പം ആര്യൻ എപ്പോഴും വന്നിട്ട് ഓടി വന്നിരുന്ന ഒരാളാണ് അക്ബർ. പോയി ആര്യൻ ഇപ്പം വീട്ടിൽ പോയി. ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് നെവിനായിരിക്കും. പക്ഷേ അക്ബർ പറയുന്നുണ്ട്, പേര് പറയുന്നില്ല, ഒരാൾ പാവമാണ്, ഞാനും നീയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭയങ്കരമാണെന്ന്. ഐ ഡോണ്ട് കെയർ എന്ന് നമ്മുടെ നെവിൻ പറയുന്നുണ്ട്. ഹൂ കേസ്, എനിക്ക് ഇവിടെയുള്ള ഇനി ആരുമായി ഇവിടെയുള്ള ഒരെണ്ണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടാന്ന് നെവിൻ പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റിനൊന്നും ആവശ്യമില്ലെന്ന് അക്ബർ പറയുന്നുണ്ട്. ഇനി എൻ്റെ അടുത്തങ്ങനെ എന്തിനേലും വന്നു കഴിഞ്ഞാൽ ഞാൻ വലിച്ച് കീറി ഒട്ടിച്ച് വെക്കും. ഞാൻ മൈദാമാവില്ലല്ലോ, അതുകൊണ്ട് ഗോതമ്പ് മാവെടുത്ത് ഞാൻ ഒട്ടിച്ച് വെക്കും സർട്ടിഫിക്കറ്റ് കീറിയിട്ട്. നമ്മുടെ അക്ബർ ദീർഘനിശ്വാസത്തോടെ വിളിക്കുന്നു. അല്ലാ. നെവിൻ പറയുന്നുണ്ട് സർവൈവ് ചെയ്ത് പോകാം. അക്ബർ പറയാണ് നമ്മൾ ഫുഡ് നിഷേധിച്ചവരും അവർ ഫുഡ് കറക്റ്റായിട്ട് തരുന്നവരും ആണല്ലോ, അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അവരിപ്പോൾ സംസാരിക്കുകയായിരിക്കും നമ്മൾ ഫുഡ് നിഷേധിച്ചു, നമുക്ക് നിഷേധിക്കേണ്ടെന്നൊക്കെ സംസാരിക്കുകയായിരിക്കും. നമുക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരോട് ചിരിക്കുകയാണ്. ഇതൊന്നും അവർ ചെയ്യുന്നില്ല. അവരപ്പുറത്ത് ഊഞ്ഞാലി ആദിലെ അനിമോളും ഷാനവാസും കൂടി ഇരുന്ന് സംസാരിക്കുന്നു.